എസ് ഡി പി ഐയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലപാടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്ന് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരാണ് എസ് ഡി പി ഐ എന്നുള്ളത്. എസ് ഡി പി ഐ എൽ ഡി എഫുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണമാണ് യു ഡി എഫിൽ നിന്നും ഉയർന്നു നിന്നിട്ടുള്ളത്. പക്ഷേ യു ഡി എഫിൻ്റെ പല സ്ഥാനാർത്ഥികളും എസ് ഡി പി ഐ വോട്ട് നൽകിയാൽ സ്വീകരിക്കുമെന്നുള്ള നയവും സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ എസ് ഡി പി ഐ വോട്ട് വേണ്ട, അവർ വർഗീയവാദികളാണ് എന്നുള്ള നയമാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത നിലപാട് ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും വി ഡി സതീശൻ ആർ എസ് എസിൻ്റെ വോട്ടിനെയും ആർ എസ് എസിനെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ യു ഡി എഫ് ഇത്തരം ഒരു എസ് ഡി പി ഐ ബി ജെ പി സി പി എം ഡീൽ എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ മറ്റൊരു തരത്തിൽ നടത്തുന്ന ആർ എസ് എസ് ഡീലുമായി ബന്ധമുള്ള കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു കാര്യവും അവിടെ നിലനിൽക്കുന്നു. ഏതായാലും ഇന്ന് എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് പാലക്കാട് വെച്ച് പത്രമാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടി 35 സീറ്റുകളിൽ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. മത്സരിക്കാത്ത സീറ്റുകളിൽ ബാക്കിയുള്ള 94 95 മണ്ഡലങ്ങളിൽ അതാത് പ്രവർത്തകർക്ക് അതിനുള്ള നിർദ്ദേശം നൽകുമെന്നാണ്. അഥവാ എസ് ഡി ബി ഐയെ സംബന്ധിച്ചിടത്തോളം എസ് ഡി ബി ഐ ഒരു കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. കേഡർമാർ, മെമ്പർമാർ, അനുഭാവികൾ, ഇതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു സംവിധാനം എന്നുള്ളത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് കേഡർമാരെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുമെന്നും അതനുസരിച്ച് അവർ പ്രവർത്തകർക്കും അതിൻ്റെ അനുഭാവികൾക്കും ആ കാര്യം വിശദീകരിച്ചു കൊടുക്കുമെന്നുമാണ് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അഥവാ ഒരു മുന്നണിയും തങ്ങളെ പിന്തുണക്കണമെന്നുള്ള ആവശ്യവുമായി വന്നിട്ടില്ല. ഇരു മുന്നണികളോടും ഒരേ തരം നിലപാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഒന്നും കൂടി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റായ സി പി എ ലത്തീഫ് ആവർത്തിക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് നിലവിലുള്ള സാഹചര്യത്തിൽ അതാത് മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മഞ്ചേശ്വരത്താണ്. മഞ്ചേശ്വരത്ത് ആദ്യം എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് മഞ്ചേശ്വരം മണ്ഡലത്തിൽ വൈകുന്നേരം പ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. ആ കൺവെൻഷനിൽ വെച്ച് അവിടെ പ്രവർത്തകർക്കുള്ള നിർദ്ദേശം കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം എന്നുള്ളത് എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ടാണ്. എസ് ഡി പി ഐയുടെ രാഷ്ട്രീയ നിലപാടാണ്. അപ്പോൾ ഇന്ന് പത്രമാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചത് എൽ ഡി എഫിനെ പിന്തുണക്കുമോ, എൽ ഡി എഫിനാണോ പിന്തുണ എന്നുള്ളതാണ്. പക്ഷേ എൽ ഡി എഫിന് അങ്ങനെ ഒരു പ്രഖ്യാപിത പിന്തുണ കൊടുക്കാൻ എസ് ഡി പി ഐ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഇരു മുന്നണികളും എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെയാണ്. ചില വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ പിന്തുണ വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും മറ്റുള്ള എല്ലാ യു ഡി എഫുകാരും അത്തരം ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. മറുഭാഗത്ത് എൽ ഡി എഫും ഈ പിന്തുണയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അഥവാ എസ് ഡി പി ഐ പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്നുള്ള ഒരു നയസമീപനമാണ് എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും ദേശീയ ജനറൽ സെക്രട്ടറി ആയ എം എ ബേബി അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം വ്യക്തമാക്കിയത്. അഥവാ എസ് ഡി പി ഐയുടെ വോട്ട് സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല എന്നും ബി ജെ പിയെ തോൽപ്പിക്കാൻ അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാട് ജനാധിപത്യത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല എന്നുമുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഏതായാലും കേരളത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള കാര്യം ഒന്നുകൂടി എസ് ഡി പി ഐ ആവർത്തിക്കുമ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഗുണം ലഭിക്കുക ഇടതുപക്ഷത്തിനാണ് എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ വരാൻ പോകുന്ന മറ്റന്നാൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വോട്ടുകളും അവരുടെ പിന്തുണയും അവർ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം ഇടതുപക്ഷത്തിനും എൽ ഡി എഫിനും ലഭിക്കുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.